എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന്റെ നമസ്കാരം. ജീവിതം ജീവിച്ചു തന്നെ തീർക്കണം. നമുക്ക് ദൈവം തന്ന ജീവിതം അത് ജീവിച്ചു തന്നെ തീർക്കണം. നമ്മൾ തന്നെ ജീവിച്ചേ പറ്റുള്ളൂ. എല്ലാവർക്കും അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കാം, ഉപദേശിക്കാം, എന്താ ഒരു പരിധി വരെയൊക്കെ സഹായിക്കാം, അത്രേ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ജീവിച്ച് തീർക്കണം. പക്ഷേ വിചാരവികാരങ്ങളും എല്ലാ തരത്തിലുള്ള എന്താ പറയുന്നത് സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പഴയ കാര്യങ്ങളും നമ്മളെ സ്നേഹിച്ച ആൾക്കാരാണല്ലോ നമ്മളെ ദ്രോഹിച്ചത്, ഇനി അങ്ങോട്ട് എന്ത്, അല്ലെങ്കിൽ ഒറ്റ ഒരു നാഥനെ മാത്രം നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് ഇതാണ് എൻ്റെ സർവസ്വവും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളൊരു സുപ്രഭാതത്തിൽ മായ പോലെ അങ്ങ് മറഞ്ഞു പോവുക. പിന്നെ അങ്ങോട്ട് എങ്ങനെ പിന്നെ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്ന അതുവരെ വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞ് ചുറ്റിനും ഉണ്ടായിരുന്നവരൊന്നും സ്നേഹത്തിൻ്റെ പേരിലല്ല. അങ്ങനെയൊക്കെ നമ്മൾ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന പരാതിയുമായിട്ട് സജിത കൊല്ലം പരവൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവരുടെ പരാതി വായിച്ചപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും മാനസികമായിട്ട് വളരെ അപ്സെറ്റായി. കാരണം എന്താണ് ലോകത്തിപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് സിനിമയിൽ പോലും കാണാത്ത തരത്തിൽ അത്ഭുതങ്ങളാണ്. മനുഷ്യരൊക്കെ ഇത്രയും മാറാനൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ അങ്ങ് വേറെ കഥാപാത്രങ്ങളാവാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. സജിത മാത്രമേ വന്നിട്ടുള്ളൂ. സജിത പരാതിപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടില്ല. എങ്കിൽ പോലും സജിതയുടെ കാര്യം അറിയണം എല്ലാവരും എന്ന് തോന്നിയത് കൊണ്ടാണ് സജിത വിളിക്കുന്നത്. സജിതയുടെ വീടും ഭർത്താവിന്റെ വീടും രണ്ടും പരവൂര് തന്നെയാണോ? രണ്ടുപേരും ഏകദേശം അടുത്തടുത്താണോ താമസം? കുറച്ച് ദൂരമേ ഉള്ളൂ. ആരൊക്കെയുണ്ട് സജിതയുടെ വീട്ടില്? എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും. ഇപ്പോൾ അച്ഛനും അമ്മയാണ്. അനിയത്തി ഉണ്ടായിരുന്നു, വിവാഹം കഴിച്ച്. രണ്ട് പെമ്മക്കളാ നിങ്ങള്? ആങ്ങളമാരും ഇല്ല? അനിയത്തി കല്യാണം കഴിച്ച് കുറച്ച് അപ്പുറത്ത് താമസിക്കുന്നു. അപ്പൊ കല്യാണം എങ്ങനെ ആലോചന വഴി വന്നാണോ? ആലോചനയായിരുന്നു. എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആലോചന വരെയായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും എല്ലാരും ചേർന്ന് പെട്ടെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ഹസ്ബൻഡിന് 1 മാസത്തെ ലീവേ ഉള്ളായിരുന്നു. അപ്പോൾ കണ്ട ഉടനെ ഇഷ്ടപ്പെട്ട് ഉറപ്പിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യണം. ഗൾഫില് 18 വയസ്സിൽ ഗൾഫിൽ പോയതാണ്. അപ്പം എന്നെ വിവാഹം കഴിക്കുമ്പോൾ 32 വയസ്സായി. ഇറങ്ങി ഞാൻ ഇരിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ അമ്മാവനും അമ്മാവിയും എപ്പോഴും പുറത്ത്. അവർ പണ്ട് എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ചായക്കച്ചവടമായിരുന്നു. അപ്പോൾ ഒരുപാട് കൂട്ടും അവിടെ എപ്പോഴും ആൾക്കാർ വരികയും സംസാരവും. പിന്നെ അമ്മാവൻ മദ്യപിച്ച് ചീട്ടുകളിയുണ്ട്. അത് മുറ്റത്താണ് ചീട്ടുകളി, കൂട്ടുകാർ കൂടി. അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും അങ്ങനെ മുറ്റത്തൊന്നും ഇറങ്ങിയില്ല. റോഡ് സൈഡായതുകൊണ്ട് ഞാൻ മുറിക്കാത്ത തന്നെ. പിന്നെ മോന് അതിന് ശേഷം മോനെയും കൊണ്ട് വീട്ടിനകത്ത് തന്നെയാണ് എൻ്റെ ജീവിതം. ബാക്കി കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അവർ നല്ലോണം നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുഞ്ഞിനെ സ്നേഹിക്കും, ഒരുപാട് ബുദ്ധിമുട്ടിക്കില്ലെങ്കിലും അവർ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കുഞ്ഞിൻ്റെ കാര്യത്തിന് ഒരുപാട് അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കത്തില്ല. അതുകൊണ്ട് അമ്മ രാവിലെ എഴുന്നേൽക്കുകയും രാവിലെ ജോലിക്ക് അടുക്കളയിലൊക്കെ നിൽക്കുക. അപ്പോൾ മോനെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനും സഹായിക്കും. അതുകൊണ്ട് വേഗം രാവിലെ എല്ലാ ജോലികളൊക്കെ ഒതുക്കണം, അത് അമ്മയ്ക്കും നിർബന്ധമാണ്. അതുകൊണ്ട് മോനെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനും അമ്മയെ സഹായിക്കും. അങ്ങനെ പോവുകയായിരുന്നു. പിന്നെ ഭർത്താവ് ലീവിന് വരുന്നു, മോനെ കാണാനായിട്ട് വരുന്നു. മോനെ അപ്പോഴും 1.25 വയസ്സ് കഴിഞ്ഞ് വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ അവരൊക്കെ അത്ര താല്പര്യമില്ല ലീവിന് വരുന്നതെന്ന്. നാട്ടിൽ വന്നപ്പം തൊട്ട് ഒരു അകൽച്ച പോലെയാണ്. ഭർത്താവിന് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കാനും ഒന്നിനും അവരൊക്കെ ഒരു വെറുപ്പ് പോലെ. പിന്നെ ചേട്ടന് അത് കാണുമ്പോൾ ഒരു വിഷമം. കുഞ്ഞിനോടുള്ള സ്നേഹം അത്ര നല്ലതുപോലെ അവർ സ്നേഹം കാണിക്കുന്നില്ല. അപ്പോൾ ചേട്ടന് മനസ്സ് വിഷമമാകുമ്പം ചേട്ടൻ മദ്യപിക്കാൻ തുടങ്ങി. എടുത്ത് കഴിക്കുന്നത് അങ്ങനെ ഞാൻ കാണിച്ചില കൊണ്ടുവയ്ക്കുമ്പോൾ ഞാനതെടുത്ത് ഒളിച്ചു വയ്ക്കും കഴിക്കാതിരിക്കെ. അപ്പോൾ എൻ്റെ അമ്മാവി കാണും ഞാൻ കൊണ്ടുവന്ന് ഒളിച്ചു വയ്ക്കുന്നത്. അത് ഞാൻ ഹസ്ബൻഡ് തിരക്കുമ്പോൾ ഞാൻ പറയത്തില്ല, ഞാൻ ഒളിച്ചു വെച്ചൊന്നും പറയത്തില്ല. അപ്പോൾ അമ്മാവി കാണുന്നത് പറയും, ഇതാണ് അവൾ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. പക്ഷെ എന്നെ അടിക്കാനുള്ള എല്ലാ അവസരവും അവർ പറഞ്ഞുണ്ടാക്കും. പക്ഷെ എൻ്റെ ശരീരത്തിൽ നിന്നേ വരെ തൊട്ടിട്ട് നോവിച്ചിട്ടില്ല, എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ നാളിലൊക്കെ രാത്രി പറയുമായിരുന്നു, എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. പക്ഷെ എനിക്കതെല്ലാം തുറന്നു പറയാൻ പറ്റത്തില്ല സജിതേ. നിനക്ക് അറിയത്തില്ല, എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള വിഷമങ്ങൾ കൂടുമ്പോഴാണ് ഞാൻ ഇത് അല്പം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും തോനെ കഴിക്കരുത്, ശരീരത്തിന് ദോഷമാവില്ലേ. അപ്പോൾ ഇല്ല, പ്രയാസം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത്തിരി കഴിക്കുമെന്ന് ഇങ്ങനെ പറയുന്നത്. ഈ പെങ്ങന്മാര് ഒക്കെ നല്ല സ്നേഹമാണോ? ആദ്യം നല്ല സ്നേഹമായിരുന്നു. അവര് വരും, ഹസ്ബൻഡ് വരുന്നെന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ വീട്ടിൽ വരും. അല്ലാതെ അദ്ദേഹം ഇല്ലാത്ത സമയത്തും നിങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നോടത്ത് വലിയ കാര്യമൊക്കെ ആയിരുന്നു ആദ്യം. ഈ ഇദ്ദേഹം
നിങ്ങളുടെ കല്യാണത്തിന് ശേഷം ഈ പെങ്ങന്മാർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കും? എല്ലാവർക്കും സഹായിച്ചിട്ടുണ്ട്. പിന്നെ വീട് വെക്കുന്നതിന് വേണ്ടി 2 സഹോദരിമാർക്കും വീട് വയ്ക്കുന്നതിന് വേണ്ടി നല്ലതുപോലെ സഹായിച്ച്. പക്ഷേ പുറത്തുള്ള എല്ലാ ബന്ധുക്കൾക്കും എല്ലാം വലിയ സഹായമാണ്. ചേട്ടൻ എന്ന് വെച്ചാൽ കല്യാണം കഴിക്കുന്ന സമയത്ത് അന്വേഷിച്ചപ്പോഴും ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. പക്ഷേ അച്ഛനും അമ്മേരെയും കാര്യം സംശയം പറഞ്ഞത് എനിക്ക് കുടിയൊക്കെ ഉണ്ട് ഭർത്താവിൻ്റെ അച്ഛന്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നോക്കിയത് ചേട്ടൻ്റെ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ 2 സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചയച്ച് കുടുംബം നല്ലപോലെ നോക്കുന്നു, അതാണ് നോക്കിയത്. അച്ഛനും അമ്മയും പക്ഷെ ഇത്രയ്ക്ക് ആ മകനോട് തിരിച്ച് അതുപോലെ സ്നേഹം കാണുമെന്ന് ഞാനും വിചാരിച്ച്. പക്ഷെ അവർ പണത്തിന് വേണ്ടി മാത്രമാണ് മകനെ സ്നേഹിച്ചതെന്ന് അവസാന നിമിഷങ്ങളിലാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ ഭർത്താവിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ഗൾഫിൽ വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്നവർക്ക് അതൊരു അനുഭവ പാഠമായിരിക്കണം. ഇത്രയും അന്ധമായ അച്ഛനും അമ്മയായാലും ഭാര്യ ആരും ഇങ്ങനെ സ്നേഹിക്കരുത്. അവർക്ക് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട്. അവർക്ക് അവസാന നിമിഷങ്ങളിൽ എല്ലാവരും കൈയൊഴിയുന്ന ഘട്ടം എത്തുമ്പം അവർക്കൊരു ജീവിതമുള്ളത് ഈ ലോകം അറിയുന്നില്ല. അതെൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്നു, ഗൾഫിലെ ജീവിതം കുറച്ചൊക്കെ എനിക്കും അറിയാം. ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ മിക്ക ദിവസവും ജോലി ചെയ്യുന്നത്.